ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നമ്മുടെ എല്ലാ മനസ്സിനെ നെറ്റി ഉണർത്തുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് ഷിബിലിയുടെയും യാസറിൻ്റെയും കഥയാണ്. വളരെ സ്നേഹമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയ വ്യക്തികളാണ് ഇവർ. ഷിബിലിക്ക് യാസറിനെ ഭയങ്കരമായിട്ടും സ്നേഹമായിരുന്നു. അങ്ങനെ വീട്ടുകാരെയെല്ലാം എതിർത്ത് യാസറിൻ്റെ കൂടെ ഇറങ്ങി കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങി ജീവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയ കുട്ടിയാണ്. നേരത്തെ തന്നെ യാസറിൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് വീട്ടിലെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നെങ്കിലും ഷിബിലിക്ക് അതൊന്നും വിശ്വസിക്കാനായില്ല. എല്ലാം മാറുമെന്ന പ്രതീക്ഷയിലാണ് ഷിബിലി യാസറിൻ്റെ കൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോയത്. പക്ഷേ അന്ന് മുതലേ പ്രശ്നങ്ങളായിരുന്നു. ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അപ്പോഴും പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു ഇതൊരു സഹിക്കാവിൻ്റെ പരമാവധി ഈ കുട്ടി സഹിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് ഈ കുട്ടി വരികയും ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴെല്ലാം വീട്ടിലേക്ക് വന്നു പോയപ്പോൾ ആദ്യം ഇവർ തമ്മിൽ ദേഷ്യത്തിലാവുകയും പിന്നീട് കെറിവിച്ച് നിൽക്കുന്ന ആ ഒരു സ്റ്റേജൊക്കെ വന്നു. അപ്പോൾ ഭാര്യയുടെയും മകളുടെയും വസ്ത്രങ്ങളെല്ലാം കത്തി നശിപ്പിച്ച് അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇവർക്ക് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ പ്രകടിപ്പിക്കുക. അപ്പോൾ എപ്പോഴും ഇലിയിൽ ഒരു കത്തി കൊണ്ട് നടക്കുമായിരുന്നു എന്നാണ് ഷിബിലയുടെ അനിയത്തിയോട് ഷിബില പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവന് തന്നെ പേടിയാണെന്ന് പറഞ്ഞു പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ ഷഹബാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഒരു പോലീസ് പോലും വന്ന് തിരക്കിയില്ല എന്നാണ് ഷിബിലയുടെ അനിയത്തി പറഞ്ഞത്. പക്ഷേ വളരെ ദാരുണമായൊരു സംഭവമാണല്ലേ. എന്നിട്ട് സ്വന്തം വീട്ടിലിരിക്കെയാണ് ആ കുട്ടിയെ കത്തി കൊണ്ട് കുത്തിക്കൊന്നതും. ആ കുട്ടിയുടെ മാതാവിനും പിതാവിനും വെട്ടേറ്റു. പിതാവ് ഗുരുതരമായിട്ട് ആശുപത്രിയിൽ ഹോസ്പിറ്റലൈസ്ഡാണ്. 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ മുമ്പിലിട്ടാണ് ആ മാതാവിനെ ക്രൂരമായിട്ട് വെട്ടിക്കൊന്നത്. ഇത് ഒരച്ഛനാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവില്ലേ. ഇങ്ങനെയുള്ള തെറ്റുകൾ കാണിക്കുന്ന പിതാക്കന്മാർ ഒരച്ഛനല്ല. സത്യം പറഞ്ഞാൽ ലഹരിയാണ് ഇതിനെല്ലാം സാക്ഷി എന്ന് പറയുന്നു. അതെ, ലഹരിയാണ്. മയക്കുമരുന്ന് എന്ന ലഹരിയിൽ ആണ് തന്നെ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇങ്ങനെയുള്ള കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നതും. പക്ഷേ ഈ ലഹരിയിൽ പോലും ഒന്ന് കണ്ണു തുറക്കാൻ ഇത്രയ്ക്കധികം സ്നേഹിച്ച ആ പെൺകുട്ടിയാണെന്നുള്ള ആ ഒരു സ്വബോധം ഉണ്ടായില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട്. വളരെയധികം വിഷമം തോന്നുന്നൊരവസ്ഥയാണ്. ഹോസ്പിറ്റലിലായാലും എല്ലായിടത്തും മാതാവും പിതാവും ഗുരുതരാവസ്ഥയിൽ പല ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാണ്. ആ കുട്ടിയുടെ കാര്യങ്ങൾ ഇനി വേറെ ആരുമില്ല, ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ. ആ അനിയത്തിയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഷിബിലിക്ക് ഒരുപാട് സ്നേഹിച്ച് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും യാസറിനെ ഒരുപാട് എത്രമാത്രം സ്നേഹം യാസറിലുണ്ടായിരുന്നു എന്ന് അത് ഷിബിലിക്ക് അറിയാവൂ. പിന്നെ ജീവന് പേടിയായിട്ട് വന്നപ്പോഴാണ് ഷിബിലി സ്വന്തം വീട്ടിലേക്ക് പോയതും. ഷിബിലിക്ക് അറിയാമായിരുന്നു എന്തായാലും ഷിബിലിയെ അവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഷിബിലിയെയും കുഞ്ഞിനെയും ചിലപ്പോൾ ഇല്ലാതാക്കുമെന്ന് ഭയന്നായിരിക്കാം ആ കുട്ടി സ്വന്തം വീട്ടിലേക്ക് പോയതും എടുത്തതും ഒക്കെ. പക്ഷേ സ്വന്തമായിട്ട് സ്നേഹം നടിച്ച് വരുന്നവരെ സ്നേഹിക്കുമ്പോഴും എപ്പോഴും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജീവിതം അല്ലെങ്കിൽ ആരാവട്ടെ അത് എത്രമാത്രം നല്ലതാണോ എങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങളുടെ ജീവിതം വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് ഇവിടെ ഷിബിലി ചെയ്തത്. എന്തായാലും യാസറിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടെന്നും സ്വഭാവം ശരിയല്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞെങ്കിലും ഷിബിലി എല്ലാം മാറിക്കോളും എന്നുള്ള പ്രതീക്ഷയിലാണ് ഷിബിലി മുന്നോട്ട് പോയത്. പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റവും ഷിബിലിക്കുണ്ടായില്ല. പിന്നീട് താമരശ്ശേരിയിൽ ആഷിഖ് എന്ന യുവാവ് മാതാവിനെ വെട്ടിക്കൊന്നു. ആ യുവാവും ഈ യാസറും സുഹൃത്തുക്കളാണെന്നും കൂടെയാണ് അറിയാൻ സാധിച്ചത്. രണ്ടുപേരും ലഹരിക്കടിമയാണ്. ഈ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഒരാൾ ചെയ്ത് പ്ലാൻഡ് ആയിട്ടുള്ള മർഡറാണോ എന്ന് പോലും സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു അല്ലേ. എന്തുമായാലും നമുക്ക് ഷിബിലിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. ആ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം. ആ കുട്ടി ഇനി മാതാവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞു, പിതാവിൻ്റെ
കൂടെ ആ കുട്ടിക്ക് ഒരിക്കലും ജീവിക്കാൻ, ഇങ്ങനെയുള്ളൊരു പിതാവ് നാളെ ആ കുട്ടിയും തീർക്കും. അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ഭാര്യയുടെ അനിയത്തി ആ കുട്ടിയെ സംരക്ഷിക്കുന്നവരെ കൂടി തീർക്കും. ഏത് മാനസികാവസ്ഥയിലും ഇങ്ങനൊരു തെറ്റ് ചെയ്തവൻ ലോകത്തിനി വേണ്ട അല്ലേ. എത്ര കൂട്ടക്കൊലകളാണ് ഈ 2025 മൊത്തം നടക്കുന്നത്. ഫുള്ളും തുടങ്ങിയപ്പോൾ മുതലേ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മാതാവിനെ പള്ളിയിലേക്ക് എടുക്കുമ്പോഴും ഒന്നും അറിയാതെ ആ 3 വയസ്സുകാരി പിഞ്ചു കുഞ്ഞ് അവിടെയുണ്ട്. എൻ്റെ മാതാവ് പോയിന്ന് പോലും ആ കുട്ടിക്കറിയില്ല. നാളെ മുതൽ ആ കുട്ടി മാതാവിനെ എല്ലായിടത്തും തിരക്കും അല്ലേ. ഒരു തിരിച്ചറിയാനുള്ള ഒരു പ്രായവും ആ കുട്ടിക്ക് ആയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ വളരെ സങ്കടപരമായ, ആർക്കും ഇങ്ങനൊരവസ്ഥ ഒരു കുടുംബത്തിനും കൊണ്ടുവരരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.